നമ്മളിപ്പോൾ നിൽക്കുന്ന പാലാരിവട്ടത്താണ്. പാലാരിവട്ടം സാധാരണഗതിയിൽ അങ്ങനെ വെള്ളക്കെട്ട് വരുന്നൊരു സ്ഥലമല്ല. കല്ലൂരടക്കമുള്ള MG റോഡ് അടക്കമുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് കാണാറുണ്ടെങ്കിലും പാലാരിവട്ടത്ത് അസ്വാഭാവികമായിട്ട് വെള്ളക്കെട്ടുണ്ട്. പ്രത്യേകിച്ച് മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് നഗരം പലയിടങ്ങളിലും വെള്ളക്കെട്ടിൻ്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വെള്ളക്കെട്ട് പെട്ടുപോയായിരുന്നു. വെള്ളക്കെട്ട് വിട്ടു. നല്ല മഴയായിരുന്നു. നല്ല മഴ വരുന്ന വഴികളിൽ, അതായത് കാക്കനാട് ഭാഗത്ത് നിന്ന് കൂടുതൽ വാഹനങ്ങൾ എത്തുന്ന ഒരു പാത കൂടിയാണിത്. ഇവിടെ നിന്നൊക്കെയാണ് കാക്കനാടേക്ക് തിരിഞ്ഞു പോകുന്നത്. പുതിയ മെട്രോയുടെ റീച്ച് നടക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് നേരത്തെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഴയും കൂടി തുടങ്ങിയിരിക്കുന്നത്. മഴ തുടങ്ങിയതോടുകൂടി വെള്ളക്കെട്ടും വളരെ രൂക്ഷമായിട്ടുണ്ട്. വെള്ളക്കെട്ടാണ് ഇതാണിത്, മനസ്സിലായില്ലേ? ഇന്ദിരാ ക്യാൻറ്റീൻ, ഇന്ദിരാ ഇത്, അതുപോലൊരു സംഭവം ഇന്ദിരാ ബ്ലോക്ക് കേട്ടോ. ഇന്ദിരാ ബ്ലോക്ക് ചേട്ടൻ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ മാനത്തോടുകൂടി കണ്ടാണ്. അതായത് പല മെട്രോയുടെ പണി നടക്കുന്ന പല മേഖലകളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് വ്യാപകമായതോടുകൂടി ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും രൂക്ഷമായിട്ടുണ്ട്. മലയോര മേഖലകളിലടക്കം പലയിടങ്ങളിലും യാത്രയ്ക്കടക്കം പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പോക്ക് വലിയ പാടാണോ? ഭയങ്കര പാടാണ്. 4 ദിവസമായി. 4 ദിവസമായിട്ട് വെള്ളക്കെട്ട്. 2 മണിക്കൂറൊക്കെ ബ്ലോക്ക്. നമുക്ക് ഓടാൻ പറ്റണില്ല. പിന്നെ 1000 രൂപയുടെ ഇന്ധനമാണ് കൂടുതൽ. ഇത് കാരണം വാഹനങ്ങൾക്ക് ഓടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം പോലും ചെറുതല്ല. വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നതും ചെറുതല്ല. എൻ്റെ പിന്നിൽ കാണുന്ന ഭാഗത്ത് ഇത് കാക്കനാട് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങളാണ്. അവർ മുഴുവൻ ആ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ്. ഇനി ആ ബ്ലോക്ക് താണ്ടി നമ്മൾ ഈ മെട്രോ പില്ലറിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കലൂർ വരെയുള്ള ഭാഗത്ത് അതിലും വലിയ ബ്ലോക്കാണെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയുടെ മാത്രം വെള്ളക്കെട്ടാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരു പൈപ്പ്, ഇത് വാട്ടർ സപ്ലൈയുടെ പൈപ്പാണ്. ആ പൈപ്പിൽ നിന്നുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് അധികൃതരുടെ ഭാഗത്തുള്ള ഒരു അനാസ്ഥ ഇതിനകത്ത് പ്രകടമാണ്. നഗരഹൃദയത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ബ്രേക്ക് ത്രൂ പോലത്തെ വലിയ ഓപ്പറേഷനൊക്കെ നടന്ന ഒരു നഗരമാണ് കൊച്ചി നഗരം. ആ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയെന്ന് പറയുമ്പോഴും നഗരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. കാക്കനാടൊക്കെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായിട്ടുണ്ട്. അവിടെയും വെള്ളക്കെട്ടിൻ്റെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നിട്ടില്ല. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ബൈപ്പാസിൻ്റെ പല ഭാഗത്തും ഇതേ രീതിയിൽ തന്നെ വെള്ളക്കെട്ടാണ്. രാവിലെ മഴയും ആയതോടുകൂടി പലരും കാർ കൊണ്ടാണ് പോരുന്നത്. അതിൻ്റെ കൂടെ ഈ വെള്ളക്കെട്ടും ബ്ലോക്കും കൂടി ആകുമ്പോൾ വിചാരിച്ച സമയത്ത് ആർക്കും ഒരിടത്തും എത്താൻ കഴിയില്ല എന്നുള്ളൊരു ദുരവസ്ഥയാണ്.